ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ പ്രധാന വാഗ്ദാനമായിരുന്നു ഇന്ദിരാ ഗ്യാരണ്ടി. ഇതിലൂടെ 5 പദ്ധതികളായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. അതിൽ 2 എണ്ണം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചു. KSRTCകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഈ മാസം 15 മുതൽ നടപ്പിലാവുകയാണ്. കൂടാതെ രാജ്യത്ത് തന്നെ ആദ്യമായി വയോജന വകുപ്പ് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന 3 വാഗ്ദാനങ്ങളിൽ ഒരെണ്ണം പെൺകുട്ടികൾ ഏറെ കാത്തിരിക്കുന്ന ഒന്നാണ്. അത് കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപയെന്ന പദ്ധതിയാണ്. ഇത് എപ്പോൾ നടപ്പിലാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണിനോട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ചോദിച്ചു. അത് എത്രയും വേഗം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളുമായി വകുപ്പ് മുന്നോട്ട് പോവുകയാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ഒപ്പം സർവകലാശാലകളിൽ സംഖ്യവൽക്കരണം നടപ്പാക്കാൻ ശ്രമിക്കുന്ന ചാൻസലർ കൂടിയായ ഗവർണർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം ഗവർണർ നടത്തിയാലും ചെറുക്കുമെന്ന് റോജി ജോൺ പറഞ്ഞു. ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ആശയങ്ങളിലും നിലപാടുകളിലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്നും മന്ത്രി ഉറപ്പു നൽകുന്നുണ്ട്. കൂടാതെ എറണാകുളത്തിന്റെ വികസന സ്വപ്നങ്ങൾ സർക്കാർ യാഥാർത്ഥ്യമാക്കുമെന്നും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയായ റോജി പറഞ്ഞു. റോജിയുടെ ആ പ്രതികരണം കാണാം. വളരെ പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ UDF സർക്കാരിനെ അധികാരത്തിലെത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലുണ്ടായിരുന്ന ഒരു ദുരിത ജീവിതത്തിന്, ദുർഭരണത്തിന് അറുതി വരുത്തുവാനായിട്ട്, കേരളത്തിൽ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടാണ് ആ പ്രതീക്ഷയോടുകൂടി 102 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ UDF സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഗവൺമെൻറ്റിന് മുമ്പിൽ വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാനായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്, കടമയുണ്ട്. തീർച്ചയായിട്ടും ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ ഒരു ടീമായി നിന്നുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കി മുന്നോട്ട് പോകുവാനായിട്ടുള്ള എല്ലാ പരിശ്രമവും ഉണ്ടായിരിക്കുന്നതാണ്. എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ എന്നെ നേരിട്ട് വിളിച്ച് വകുപ്പ് ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, റോജിക്ക് ഉന്നത ഹയർ എഡ്യൂക്കേഷനാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിനെക്കുറിച്ച് ആ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ അത്യാവശ്യം ബോധ്യമുള്ള ഒരു വ്യക്തിയാണ്. കാരണം കഴിഞ്ഞ നിരവധി വർഷങ്ങളിൽ നിയമസഭയ്ക്കകത്തായാലും പുറത്തായാലും ഹയർ എഡ്യൂക്കേഷൻ വകുപ്പുമായി അല്ലെങ്കിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അടിയന്തര പ്രമേയമായും മറ്റ് പല തരത്തിലും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ടൊക്കെ അല്ലെങ്കിൽ വിവിധ വേദികൾ ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആവശ്യമായിട്ടുള്ള, മാറ്റങ്ങൾ അനിവാര്യമായിട്ടുള്ള ഒരു മേഖലയാണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മേഖല. ഇവിടെ തുടക്കത്തിൽ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിദ്യാർത്ഥികൾ +2 കഴിഞ്ഞാൽ വിദേശത്തേക്ക് കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. അതിനുവേണ്ടി കൂടുതൽ താല്പര്യമെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് ആരും ഇന്ന സ്ഥലത്ത് പഠിക്കണം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകരുത് എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. അതൊക്കെ ഓരോ വ്യക്തിയുടെയും ചോയ്സാണ്. എന്നാൽ കേരളത്തിൽ അവർക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനായിട്ടുള്ള ഒരു ശ്രമം നടത്താനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഒരു സർക്കാർ എന്ന നിലയിലുണ്ട്. തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ ആ പരിശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതാണ്. നമുക്ക് നിരവധി കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചപ്പോൾ അതിന്റെ ഭാഗമായി പറഞ്ഞിരിക്കുന്ന ഒരു ഗ്യാരണ്ടി, അത് പ്രത്യേകിച്ച് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടാണ്. കോളേജിൽ പോകുന്ന വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഗ്യാരണ്ടി, അത് തീർച്ചയായിട്ടും എത്രയും വേഗം നമ്മളതിൻ്റെ മോഡാലിറ്റീസ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള എത്രയും വേഗം യാഥാർത്ഥ്യമാക്കാനായിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് വകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ CBSE പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന വലിയ വിവാദങ്ങളുണ്ട്, വലിയ പ്രതിസന്ധിയുണ്ട്. അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഉൾപ്പെടെ സാരമായി ബാധിക്കുന്നതാണ്. നമ്മൾ ഇപ്പോൾ കീമിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിക്കേണ്ട സമയമായി വരുന്നു. എന്നാൽ സംസ്ഥാനത്ത് കീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന നടപടികളെല്ലാം സമയബന്ധിതമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് എങ്കിലും CBSEയുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ റാങ്ക് ലിസ്റ്റ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇപ്പോൾ പല മാതാപിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെ വലിയ ആശങ്കയിലാണ്. അവരൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അവരുടെ റീവാലുവേഷൻ കഴിഞ്ഞാൽ അവരുടെ മാർക്കുകൾ എങ്ങനെ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് റാങ്ക് ലിസ്റ്റ് എങ്ങനെ പ്രസിദ്ധീകരിക്കുമെന്നൊക്കെയുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും മാതാപിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ ആശങ്കകൾ പരിഹരിച്ച് ഏറ്റവും സുഗമമായി മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ സജ്ജമായി നിൽക്കുകയാണ്. പക്ഷേ CBSEയുടെ ഭാഗത്തു നിന്ന്, കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന ഈ അനിശ്ചിതത്വം അത് തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. വിദ്യാർത്ഥികൾക്ക്, മാതാപിതാക്കൾക്കൊക്കെ ഉണ്ടായിരിക്കുന്ന വലിയ ആശങ്ക, അത് പരിഹരിക്കാനുള്ള നടപടി എത്രയും വേഗം CBSEയുടെ ഭാഗത്തുനിന്നും കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ
ജില്ലയുടെ ചുമതല കൂടിയാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആദ്യമായി നമ്മുടെ ജില്ലയിൽ നിന്നും ഒരു മുഖ്യമന്ത്രിയെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ജില്ലയുടെ പ്രാധാന്യവും ജില്ലയുടെ പ്രശ്നങ്ങളും വളരെ നന്നായി മനസ്സിലാക്കുന്ന ഒരു മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഒരു UDF സംവിധാനവും ഇവിടെയുണ്ട്. അതുപോലെ ഇവിടുത്തെ ജനപ്രതിനിധികളുമുണ്ട്. ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ 14-ൽ 14 സീറ്റുകളും വിജയിച്ചുകൊണ്ട് എറണാകുളത്ത് സമ്പൂർണ്ണമായ വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ എറണാകുളത്തിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ ഗവൺമെന്റിന് പ്രത്യേകമായ താല്പര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് ഈ നാടിന്റെ ആവശ്യമാണ്. അതുമായി മുന്നോട്ട് പോകുവാനും സർക്കാർ വരും ദിവസങ്ങളിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും. അല്ല, എന്നോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, ഗവർണറുമായിട്ട് ഏറ്റുമുട്ടലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊരു ഗുസ്തി മത്സരമൊന്നും അല്ലല്ലോ ഏറ്റുമുട്ടാനായി എന്നാണ്. അപ്പോൾ ഇത് നമ്മുടെ നാടിനെ ബാധിക്കുന്ന, നമ്മുടെ തലമുറയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. അവിടെ നമ്മൾ കാണേണ്ടത്, നമുക്ക് ആശയപരമായിട്ട് നമ്മുടെ കൃത്യമായ നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ നമ്മൾ യാതൊരു തരത്തിലുമുള്ള വെള്ളം ചേർക്കലിന് തയ്യാറല്ല. പക്ഷേ ഇപ്പം നമുക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ സ്റ്റാറ്റ്യൂട്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന നിയമപരമായിട്ടുള്ള ബാധ്യതകൾ, കമ്പൽഷൻസ് നമുക്കറിയാം. ഇപ്പോൾ സർവകലാശാലകളുടെയൊക്കെ ചാൻസലർ എന്ന് പറയുന്നത് ഗവർണറാണ്. അപ്പോൾ ആ ചാൻസലർക്ക് കുറേ അധികാരങ്ങൾ സ്റ്റാറ്റ്യൂട്ടിൻ്റെ ഭാഗമായി നിയമപരമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇതിലേക്ക് കടത്തിക്കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിന് നമ്മൾക്ക് സാധ്യമായ തരത്തിലുള്ള പ്രതിരോധം നമ്മൾ തീർക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ഇത് ഗവർണറുമായി ഒരു യുദ്ധത്തിലായി, അല്ലെങ്കിൽ ഒരു ഗവർണർ സർക്കാർ പോര് എന്ന നിലയിൽ കൊണ്ടുപോയി അതിൻ്റെ പ്രയാസം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവാത്ത തരത്തിൽ ഇത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ ശ്രമം. അപ്പോൾ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, അതിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാത്ത തരത്തിൽ അതിനെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ആശയങ്ങളിലും നിലപാടുകളിലും ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ചെയ്യാത്ത നിലപാടായിരിക്കും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുക. ഇത് സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ നടന്ന ഒരു കാര്യമാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടന്ന ഒരു കാര്യമാണ്. നമുക്ക് അങ്ങനെ ഒരു പട്ടിക നമ്മുടെ അടുത്ത് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അത് കൊടുക്കാനുള്ള ഒരു സാവകാശമോ ഉണ്ടായിരുന്നില്ല. അതിനു മുൻപ് തന്നെയാണ് അത്തരത്തിലൊരു നിയമനം നടന്നിട്ടുള്ളത്. കാരണം സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചിട്ട് ഒരു വൈസ് ചാൻസലർ റിട്ടയർ ചെയ്താൽ അവിടെ തൽക്കാലം ഒരാൾക്ക് ചുമതല കൊടുക്കാനുള്ള അധികാരം ചാൻസലറിൽ നിക്ഷിപ്തമാണ്. ആ അധികാരം വിനിയോഗിച്ചുകൊണ്ടാണ് ഗവർണർ അല്ലെങ്കിൽ ചാൻസലർ ആ അപ്പോയിൻമെന്റ് നടത്തിയത്. അത് സർക്കാരുമായിട്ട് അത്തരത്തിൽ ഒരു ലിസ്റ്റ് മേടിക്കുകയോ അല്ലെങ്കിൽ കൊടുക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനുള്ള ഒരു സാവകാശം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്